മാലയൊന്ന് എനിക്ക് ശരിയാക്കി തരുമോ അമ്മേന്ന്. വേറെ ആരുമില്ല കേട്ടോ, എൻ്റെ മോള് തന്നെ. അവൾ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അതങ്ങ് ശരിയാക്കി കൊടുക്കന്നെ. മാലയുടെ പ്രശ്നം കുറച്ച് ഗുരുതരമായിരുന്നു. അത് മൊത്തത്തിലൊരു അയച്ചുപണി നടത്തേണ്ടി തന്നെ വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അത് പൊട്ടിച്ച് ഒന്നേന്ന് മുതൽ തുടങ്ങി. അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് ശരിയാക്കി വെക്കണം എന്നാണ് ഓർഡർ. എന്തായാലും നോക്കാം. പിന്നെ ഒരു സ്പെഷ്യൽ ഓർഡർ എന്താണെന്ന് വെച്ചാൽ മാലയ്ക്ക് തീരെ ഇറക്കാൻ പാടില്ല. അവൾക്ക് ഇങ്ങനെ കഴുത്തിലിങ്ങനെ കുടുങ്ങി നിൽക്കണം. തൽക്കാലത്തേക്ക് എൻ്റെ കഴുത്തിൻ്റെ അളവൊക്കെ എടുത്തും കണ്ട് ഞാനങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഉരുണ്ട് പറഞ്ഞ മുത്തുകൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓവർ കനമുണ്ടെന്ന് കേട്ടോ, പക്ഷേ കനമൊന്നുമില്ല, വെയിറ്റ്ലെസ് ആണ്. എന്തായാലും ഞാൻ എൻ്റെ അടുത്തുള്ള സാമഗ്രികളൊക്കെ വെച്ചും കണ്ട് കഴിയുന്ന പണി 18 നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അവളുണ്ടായിരുന്നെങ്കിൽ ഒരു 100 അഭിപ്രായം കേൾക്കായിരുന്നു. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യമില്ല, ഞാൻ അവളെയല്ല അവൾ എന്നെയാണ് പ്രസവിച്ചതെന്നുള്ള മട്ടാണ്. അങ്ങനെ അവൾ സ്കൂളിൽ വരുമ്പോഴേക്കും മാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അവൾ വന്നിട്ട് നോക്കിയിട്ട് വേണം അഭിപ്രായങ്ങൾ ഓരോന്നോരോന്നായി വരാൻ. ചിലപ്പോൾ പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. ആദ്യത്തേതായിരുന്നു അമ്മേ നല്ല ഭംഗിയെന്ന്. ഈ കാണുന്ന മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്തു, അത്രമാത്രം. ഇത് അവൾക്ക് അമ്മയുടെ ചേച്ചീൻ്റെ മോള് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ.